ഹലോ. അപ്പോൾ ഇന്നെനിക്കൊരു കസ്റ്റമർ ഇതുപോലൊരു ഹെയർ ബാൻഡ് കൊണ്ടുവന്ന് തന്നിട്ട് എന്നോട് ചോദിച്ച് ഇതൊന്ന് എല്ലായിടത്തും മാറ്റി ഒരു മാലയാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന്. ഓക്കെ, അപ്പോൾ ഞാനും വാങ്ങിയിട്ട് ഇതൊന്ന് ഇളക്കി മാറ്റി. കണ്ട, ഈ ടാപ്പാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പിടിച്ചൊന്ന് വലിച്ചാൽ ഉറപ്പായിട്ടത് വരത്തില്ല. ഇങ്ങനെ പിടിച്ച് വെച്ച് വലിച്ചൂരി വേണം എടുക്കാൻ. എന്നിട്ട് ആ ബീഡ്സ് എല്ലാം ഞാനൊന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഹെയർ ബാൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ റൗണ്ട് ബീഡ്സ് ആണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മുടെ ഹാർട്ട് ബീഡ്സ്, ബട്ടർഫ്ലൈ ബീഡ്സ്, ഫ്ലവർ ബീഡ്സ് എല്ലാം ഇടുമ്പോൾ അതങ്ങനെ തിരിങ്ങി മാറി മാറി കിടക്കും. അത് കറക്റ്റ് ഒരു പൊസിഷനിലിരിക്കാൻ വേണ്ടി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇതിലും ഗം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നോക്കി വലിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ നമുക്ക് ഇത്രയും ബീഡ്സ് കൊണ്ട് നമുക്ക് മാല കോർക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ശകലം കൂടി ബീഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. റൗണ്ട് ബീഡ്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഞാനിതാ ഈ കങ്കൂസാണ് എടുക്കുന്നത്. അതായത് പ്ലാസ്റ്റിക് ത്രെഡാണ്. ഇതെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് മാലയുടെ ഹുക്കെടുത്ത് ഇതങ്ങനെ രണ്ടായിട്ട് ഊരി മാറ്റിയിട്ട് നമ്മുടെ ആ കങ്കൂസിൽ തന്നെ ഒരു എൻഡിലൊന്ന് കോർത്ത് കൊടുക്കണം. എന്നിട്ട് ആ ത്രെഡിൽ തന്നെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം. കൂടുതൽ നോട്ട് ഇടാൻ പാടില്ല. ഒരു നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ എൻഡൊന്ന് കട്ട് ചെയ്തിട്ട് അത് നമുക്ക് ഒരു ലാമ്പ് എടുത്ത് ചെറുതായിട്ടൊന്ന് തീ കാണിച്ചു കൊടുക്കണം. എന്നാലേ അതൊന്ന് അതിന് ഉരുകി ഇളകി വരാതെ അങ്ങ് സെറ്റായിരിക്കും. എന്നങ്ങ് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഹുക്കിൻ്റെ അകത്തായിട്ട് അത് പോകും. അത് കഴിഞ്ഞ് നമുക്ക് വേറൊരു എൻഡ് വഴി ഇതുപോലെ ബീഡ്സ് ഒന്ന് കോർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ കോർക്കുന്ന ഈ ബീഡ്സിൽ 14 ബീഡ്സ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ 7 ആദ്യം കോർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു റൗണ്ട് ബീഡ് കോർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബട്ടർഫ്ലൈ, വീണ്ടും റൗണ്ട് ബീഡ്, അടുത്തും ഒരു ബട്ടർഫ്ലൈ, ഒരു റൗണ്ട് ബീഡ്, അത് കഴിഞ്ഞ് ഹാർട്ട് ബീഡ്സ്, ഒരു ബട്ടർഫ്ലൈ, ഇങ്ങനെ മാറി മാറി അത് കറക്റ്റായിട്ട് വരുന്ന രീതിക്ക് അനുസരിച്ചിട്ട് ഞാനത് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെയാണെന്നുള്ള ലോങ് വീഡിയോ വേണമെന്നുള്ളവർ ലോങ് വീഡിയോ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഈ മാല മേക്കിംഗ് വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ എൻഡിൽ വരുമ്പോൾ ഹുക്കിൻ്റെ പകുതി കൂടെ എടുത്ത് കോർത്ത് കൊടുത്ത് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വീണ്ടും ഒരു നോട്ട് കൂടി ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതും കട്ട് ചെയ്തെടുത്തിട്ട് ലാമ്പിട്ട് അവിടെയും ഒന്ന് ഉരുക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാല ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ മാല ഇഷ്ടപ്പെട്ടവരൊന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള ജുവൽ മേക്കിംഗ്, ഹെയർ ആക്സസറീസ്, മെറ്റീരിയൽസ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ആവശ്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. താങ്ക്